ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ ഡേ മൈ ലൈഫ് കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നിതാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ, അതായത് ലച്ചുവിനെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോഴേ പുറത്തത്തെ ആ വ്യൂ ഉണ്ടല്ലോ, രാവിലത്തെ നല്ലൊരു ഇതാണല്ലോ. നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്ന, ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു തെളിഞ്ഞ ദിവസമാണ്. അങ്ങനെ ആ പുറത്തേക്കുള്ള കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം ലച്ചുവിനെ വണ്ടി കയറ്റിയതിന് ശേഷമാണ് കേട്ടോ അത് മദ്രസ പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റിയതിന് ശേഷം ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ നിന്ന് പോയി. പിന്നെ വീണ്ടും അടുക്കളയ്ക്ക് പോകണം. എന്നാൽ അടുക്കളയിൽ ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇത് നമ്മളെ അടുക്കള, ഇതിപ്പോൾ നമ്മളെ മുൻഭാഗത്ത് തന്നെയാണ് ആ ഒരു നിറഞ്ഞു നിൽക്കുന്ന തെങ്ങും തോപ്പുകളും. ഞാൻ പല വീഡിയോയിലായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളത് ഒരു തെങ്ങും തോട്ടത്തിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ വീട് ഉള്ളത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒരുപാട് തെങ്ങുകളും കാര്യങ്ങളും, ആ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ നമ്മൾ രാവിലെയൊക്കെ നമ്മൾക്ക് ആ ഒരു പച്ചപ്പൊക്കെ കാണാണ്ടല്ലോ, നല്ലൊരു മനസ്സിനൊരു സുഖമാണ് കേട്ടോ. പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിന്ന് ആ ഒരു പച്ചപ്പിലേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ തന്നെ നമുക്ക് എന്ത് ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറേ അങ്ങോട്ട് പോകും. അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് പോവുകയാണ്. അടുക്കളയിൽ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുന്നിലുള്ള വാതിലൊക്കെ അടച്ചതിന് ശേഷം അടുക്കളയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചായൻ്റെ കടിയൊക്കെ ആവാനുണ്ട്. അതുപോലെ അടുക്കളൻ്റെ ഡോറൊന്ന് തുറന്നാണ്ട്, അടുക്കള ഭാഗത്ത് ഇതുവരെ ആരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മളെ ബാക്ക് ഭാഗത്ത്. അടുക്കള ഭാഗത്തും തന്നെ ഇതേപോലെ വീടുകളൊക്കെ ഉണ്ടാക്കുക നമ്മളെ ആളുകൾ തന്നെയാണ്. പിന്നെ മുത്തച്ഛന്മാരെല്ലാവരുമായിട്ട് അങ്ങനെ അടുത്തടുത്ത് വീടുകളാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കി കുറേ സമയം നിന്നു. അങ്ങനെ നിന്ന് പോയാൽ കാരണം നമുക്ക് ഓരോ കാഴ്ചകളും കണ്ടങ്ങനെ നിന്ന് പോയാൽ നമുക്ക് സമയം പോണത് തന്നെ അറിയില്ല കേട്ടോ. പിന്നെ അതേപോലെ ഇന്ന് തിങ്കളാഴ്ചയാണ്, സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. നമ്മളിങ്ങനെ നോക്കിയിരുന്നാലേ കണ്ടോ പൂച്ചകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മളതല്ല, എവിടുന്നോ വന്നതാണ്. അടുക്കള വാതിൽ തുറക്കുമ്പോൾ തന്നെ കണ്ടില്ലേ 3 എണ്ണം എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മൾ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ. അങ്ങനെ നമ്മളിങ്ങനെ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പച്ചപ്പിലേക്ക് ഇങ്ങനെ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു പച്ചപ്പിലേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ തന്നെ ഒരു സുഖമാണ്. നമുക്ക് കുറേ സമയം നോക്കി നിൽക്കാൻ തോന്നും. അങ്ങനെ പച്ചപ്പും നോക്കി നിന്നാലേ നമ്മൾ പണിയൊന്നും നടക്കൂല കേട്ടോ. പിന്നെ അതേപോലെ ചോറും കറികളൊക്കെ ആക്കാനുണ്ട്, ചായൻ്റെ കടി ആക്കാനുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പം ഈ മെഷീൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയണ വരെ അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്ന് ലൈറ്റ് കുറവാണ് കേട്ടോ. ആ ഒരു ബൾബിനാണെങ്കിൽ കുറച്ച് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാധാരണ കുടിക്കാറുള്ള പോലെ തന്നെ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലച്ചുവിനെ ഒരുക്കി പറഞ്ഞേക്കണ ആ ഒരു ഇതൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ലച്ചു കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. മദ്രസ പോകാൻ ചില ദിവസം അങ്ങനെയാണ്, ചില ദിവസം നല്ല ഉഷാറായിട്ട് പോകും. കണ്ടോ, വീഡിയോ എടുക്കണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഓഫ് ചെയ്യാണ്. പിന്നെ അങ്ങനെ പോയതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് ചായക്ക് നൂലപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 1.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തു. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ, അരിപ്പൊടിയാണ്. അപ്പോൾ അതെടുത്തിട്ട് 1.5 ഗ്ലാസ് കേട്ടോ. പിന്നെ അത് മതി. പിന്നെ അതുപോലെ കുറച്ച് ചൂടുവെള്ളം കേട്ടോ. നല്ല തിളക്കൊന്നും വേണ്ട കേട്ടോ. ആ ഒരു കുമിളകൾ ഇങ്ങനെ വരൂലേ, ആ ടൈമിൽ ഓഫാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒഴിക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ നന്നായിട്ടിട്ട് കുഴച്ചാൽ നല്ല നൂലപ്പം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല സ്മൂത്തായ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ പൊടിയായിരുന്നു കേട്ടോ. ഈ തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തരിച്ചെടുക്കണം കേട്ടോ. നല്ല പൊടിയായിരുന്നു. പത്തിരിക്കൊക്കെ പറ്റുന്ന നല്ല പൊടിയാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ നല്ല നൂലപ്പം നന്നായിട്ട് നല്ല ഇതിൽ ഉഷാറാവലുണ്ട് കേട്ടോ. കുറച്ച് അതാണ് പോയി നന്നായിട്ട് സൗണ്ട് കേൾക്കണം കേട്ടോ. ചോറ് കൊടുക്കുന്ന സമയത്ത് ആൾ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മൾ നൂലപ്പത്തിനുള്ള മാവ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുക.
അങ്ങനെ എല്ലാ ദിവസവും എപ്പോഴൊന്നും അടുപ്പ് കത്തിക്കൂല. ആകെ നമ്മൾ രണ്ടാളുണ്ട്. ആ രണ്ടാൾക്ക് വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കുന്നതും ഗ്യാസാണെങ്കിലും ഒക്കെ ഒരുപോലെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ രാവിലത്തെ സംഭവം എന്നൊക്കെ അതേപോലെ തന്നെ ഗ്യാസുമ്മ തന്നെ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രം അടുപ്പ് കത്തിക്കുള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ എന്താ പറയുക അടുപ്പൊക്കെ കത്തിച്ചിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു രണ്ടാൾക്കായിട്ട് നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് പിന്നെ വിറകും കുറച്ചാണ്. വിറകാണെങ്കിൽ ഗ്യാസൊക്കെ പിന്നെ മാവ് നന്നായി നമുക്ക് നൂലപ്പം എന്തുണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ആ ബാറ്റർ നന്നാവണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് സാധനമാണെങ്കിലും നന്നാവുള്ളൂ കേട്ടോ. പിന്നെ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലീൻ്റെ മാവ് റെഡി നന്നായിട്ട് പൊങ്ങണം. അതുപോലെ ദോശയാണെങ്കിൽ അങ്ങനെ, നൂൽപുട്ടാണെങ്കിൽ അതിൻ്റെ ആ മാവ് കുഴച്ച് റെഡി ആവണം. എന്നാൽ തന്നെ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ നൂലപ്പം എന്ന് പറയില്ലേ, അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഡ്ഡലി തട്ടിൻ്റെ ഇതിൽ ആ നൂലപ്പത്തിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ട് തന്നെ, പാത്രങ്ങൾ വെച്ചിട്ട് തന്നെ, അല്ലാതെ ഇഡ്ഡലി തട്ടിൻ്റെ പാത്രമല്ല കേട്ടോ. അതാവുമ്പോൾ നമുക്ക് നൂലപ്പം ഇങ്ങനെ റൗണ്ടായിട്ട് കുഴിയിലല്ലേ, അപ്പം അതൊരു ഇത് കിട്ടില്ല. നൂലപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു പെർഫെക്റ്റും കാണാനും ഭംഗി അങ്ങനെയാണല്ലോ. മറ്റേത് നമുക്ക് പെട്ടെന്ന് പണി കഴിയും. ഇതാ അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അങ്ങനെ നൂലപ്പത്തിൻ്റെ എന്താ പറയുക അച്ച് എന്ന് പറയുമല്ലോ, അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നന്നാക്കി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഒക്കെ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ കഴുകി വെച്ചതാണെങ്കിൽ പോലും നന്നായിട്ട് കഴുകി എടുക്കണം. അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാ കാര്യത്തിലും നമുക്ക് ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ എപ്പോഴും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ. പറയുമ്പോൾ നമ്മൾ കഴുകിയൊക്കെ മാറ്റി വെച്ച് ഉണക്കി എടുത്ത് വെച്ചതാണ്. എന്നാൽ പോലും നമ്മൾ എടുക്കുമ്പോൾ ഒക്കെ കഴുകി വൃത്തിയാക്കി കണ്ടോ അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ. പിന്നെ ആ മാവൊക്കെ കുഴച്ചത് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ചിലപ്പോൾ സ്പൂണൊക്കെ എടുത്തിട്ട് ചെയ്യും. എന്നിപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അതിലേക്ക് മാവൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എനിക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ കയ്യുമ്മൊന്നും ആവാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്താലും പെട്ടെന്ന് കഴുകും കേട്ടോ. കാരണം കയ്യുമ്മൽ എന്തെങ്കിലും ആയാൽ എനിക്കൊരു ഗതികേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ മാവൊക്കെ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് കഴുകി ഇതാക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും അരിയാണെങ്കിൽ തന്നെ എനിക്ക് കൈ പെട്ടെന്ന് കഴുകണം. കയ്യുമ്മലായാൽ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാണ്. അങ്ങനെ അതാ മാവൊക്കെ റെഡിയാക്കി നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് അതൊക്കെ തിരിച്ച് ഫിറ്റാക്കി ഇനിയിപ്പോൾ അതിൻ്റെ ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ആ പാത്രത്തിൽ കുറച്ച് പിന്നെ ഓയിലോ എന്തെങ്കിലും തടവി കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് വിട്ട് കിട്ടാനാണ്. എന്നാൽ പിന്നെ അതിലിങ്ങനെ ഒട്ടി നിൽക്കൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പൊക്കെ ചുടുന്ന ആ ഒരു എണ്ണൻ്റെ ആ ബ്രഷ് ഉണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ടൊന്ന് അതിലൊക്കെ ഒന്ന് ആക്കി കണ്ടോ നല്ല ഉഷാറായിട്ട് തന്നെ നല്ല ബലമൊന്നും പ്രയോഗിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ നൂലപ്പം നൂലായിട്ട് നല്ല ചെറിയ നൂലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ അങ്ങനെ ആകുമ്പോൾ. അഖില ചരാചര പാലകനെ അകമറിയുന്നു അല്ലാഹു നീ, അൽഹംദുടയോ ആയവനെ അകമറിയുന്നു അല്ലാഹു നീ. അങ്ങനെ നമ്മൾ മാവൊക്കെ റെഡിയാക്കി ചുറ്റിക്കൊണ്ടൊക്കെ നിൽക്കുന്നതിൻ്റെ ടൈമിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ള ഇത് കേട്ടോ. ഇഡ്ഡലി ചെമ്പായതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ആ സ്റ്റാൻഡ് ഇറക്കി വെക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് വെച്ചിട്ടുള്ളൂ. മാവൊക്കെ റെഡിയാക്കി വന്നാൽ നോക്കുമ്പോൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്
ഇതാക്കിയതാണ്. അങ്ങനെ അത് ആ മാവൊക്കെ നമ്മൾ അല്ല ഇഡ്ഡലി നൂലപ്പം ഇതാക്കിയതൊക്കെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ ഇത് രണ്ടാമത്തെ ഇതിന് വേണ്ടിയിട്ട് എന്താണ് അച്ചിലേക്ക് മാവൊക്കെ ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ നൂലപ്പൊക്കെ റെഡി ആയിട്ടോ. ഫസ്റ്റത്തെ ട്രിപ്പിൽ ഇതാ 3 നമ്മൾ വെച്ചിട്ട് നല്ല നല്ല പഞ്ഞി പോലത്തെ എന്ന് പറയുമല്ലോ, അതുപോലത്തെ എന്താണ് സ്മൂത്തായ നൂലപ്പായിരുന്നു കേട്ടോ. നമുക്കതിൽ കറിയൊന്നും വേണമെന്നില്ല, തേങ്ങാപ്പാലോ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയും അടിപൊളിയായിട്ട് നല്ല നൂലപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നൈസ് പത്തിരി എന്ന് പറയുന്ന പോലെ തന്നെ നൈസായിട്ടുള്ള നൂലപ്പം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കണ തന്നെയാവും, എന്നാലൊന്ന് പറയാണ്. നല്ല വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പൊടി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര മുറുക്കേക്കും, ഭയങ്കര ടൈറ്റേക്കും. നമുക്ക് പൊടി നല്ല വെന്ത് കിട്ടും, പക്ഷേ നമുക്കത് തിരിച്ചിറക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം അടുപ്പത്ത് വെക്കുമ്പോൾ ആ കുമിള വരുന്ന ടൈമിൽ നമ്മൾ ഓഫാക്കിയിട്ട് എടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നൂലപ്പം നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ അധികമൊന്നും ആകെ 1.5 ഗ്ലാസ് പൊടിയാണല്ലോ എടുത്തിട്ടുള്ളത്, ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ലച്ചുവിന് നൂലപ്പാണെങ്കിൽ അധികം ഇഷ്ടമൊന്നുമില്ല, സിയപ്പാണൊക്കെ വേണ്ടത്. എല്ലാ ദിവസവും രാവിലെ ചോദിക്കും ഇന്ന് എന്താണെന്ന്, സിയപ്പാണോ എന്ന് ചോദിക്കും. ഇന്നെന്തായാലും എന്നും ഇങ്ങനെ ഒന്ന് തന്നെ ആകുമ്പോൾ പിന്നെ ഒരു വെറുപ്പല്ലേ, ഓരോ ദിവസം മാറ്റി മാറ്റി ചെയ്യും. കണ്ടില്ലേ നമ്മളെ നൂലപ്പം ഇവിടെ റെഡിയായി. അപ്പോൾ അതുപോലെ നല്ല സോഫ്റ്റായ നൂലപ്പം കേട്ടോ. അപ്പോൾ നമ്മളെ മാവൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് നല്ല നൂലപ്പം തന്നെ കിട്ടും. അതുപോലെ ഞാൻ അടുത്തത് ഒരു ട്രിപ്പിനും കൂടെ ഉള്ളതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നൂലപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കറി വെക്കാൻ വേണ്ടി കണ്ടേ ചോറ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പിന്നെ അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് ചോറായിട്ടുണ്ട്. അതുകൊണ്ടാകും നമ്മൾ അടുക്കള ഭാഗത്ത് തന്നെ നമുക്ക് മുരിങ്ങ ഉണ്ട്. അപ്പോൾ ഇന്ന് മുരിങ്ങയും പരിപ്പിട്ട് ഒരു കറി വെക്കാമെന്നാണ് എന്നെ വിചാരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മുരിങ്ങ പിന്നെ നോക്കണം. അപ്പോൾ ഞാനവിടെ ക്യാമറ വെച്ചിട്ടേ അതിലുണ്ട് പൂച്ച വന്നാണ്ട് ക്യാമറൻ്റെ മുന്നിലിങ്ങ് വന്ന് നിൽക്കണം. ഇതെന്താ സംഭവം വെച്ചിട്ട് നോക്കിക്കാരം അങ്ങനെ കയറിപ്പോണകത്തേക്ക് കയറിപ്പോണണ്ടപ്പോൾ പിന്നെ ഞാനിതാ മുരിങ്ങയൊക്കെ പൊട്ടിച്ച് വന്നാണ്ട് പൂച്ച ഉണ്ടപ്പോൾ ഫോണിൻ്റെ അടുത്ത് ഇങ്ങനെ ക്യാമറൻ്റെ അടുത്ത് നിൽക്കണം. അപ്പോൾ ഇനി ഫോണെങ്ങാനും തട്ടി താഴ്ക്കിടുക വെച്ചിട്ട് വേഗം ഓടിക്കയറി വന്നു കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ രാവിലെ തന്നെ മഴ ഉള്ളതുകൊണ്ടേ നനഞ്ഞ ഇലയാണ്, നല്ല ഇളയ ഇല തന്നെയാണ്. നല്ല അത് നമ്മൾ താളിപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ, നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് മുരിങ്ങയില മത്തനില അങ്ങനെയൊക്കെ താളിപ്പ് കറികൾ ഉണ്ടാക്കുമല്ലോ, അതിനൊക്കെ പറ്റിയ നല്ല മുരിങ്ങ നല്ല ഇളയ ഇലയാണ് കേട്ടോ. പിന്നെ അതാണല്ലോ ഭയങ്കര ടേസ്റ്റും. അങ്ങനെ മുരിങ്ങയിലൊക്കെ പൊട്ടിച്ച് വന്നു. അങ്ങനെ മുരിങ്ങ പൊട്ടിച്ച് വന്നതിൻ്റെ ശേഷം നമ്മൾ ആ സാമ്പാർ പരിപ്പാണ് കേട്ടോ, ചുവന്ന കളറിലെ ആ പരിപ്പ് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കുതിർന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക അരിക്ക് കഴുകിയ ആ ഒരു കൂട്ടത്തിൽ തന്നെ എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ പരിപ്പ് കഴുകി അടുപ്പത്ത് ഒരു ചട്ടിയിലാക്കി പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും 2 പച്ചമുളകും കീറിയിട്ടിട്ടാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് മുരിങ്ങയില നല്ലോണം ഊരിയിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ നല്ല പച്ചത്തേങ്ങ കുറച്ച് അരച്ച് പിന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അന്ന് ഞാൻ കാണിച്ചിട്ടില്ല, അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ അതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ തലേ ദിവസം തന്നെ നമുക്ക്
നാളെ എന്താണ് നമ്മൾ രാവിലെ തൊട്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത്, ഉച്ചക്കത്തേക്ക് കറിക്ക് എന്താണ്, തലേ ദിവസം നമുക്കൊരു ടൈം ടേബിൾ പോലെ ഒരു പ്ലാനിങ് ഉണ്ടാവണം. എന്നാൽ നമ്മൾ രാവിലെ പെട്ടെന്ന് നമ്മൾ പണിയും കാര്യങ്ങളും പിന്നെ ഒരുങ്ങി എല്ലാം റെഡി ആവട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം നമ്മുടെ അടുക്കളപ്പണി എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ദിവസം കളയരുത്. നമുക്ക് എന്താ പറയുക, ഉള്ള ടൈം മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയത്തെ പണിയും കാര്യങ്ങളും വെച്ചുണ്ടാക്കുക അല്ലേ, ചോറും കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ തന്നെ റെഡിയാക്കി അതുപോലെ അടിക്കലും തുടക്കലും കഴിഞ്ഞ് നമുക്ക് ബാക്കി ഒരുപാട് ടൈം നമുക്ക് കിടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ആ നൂലപ്പം റെഡിയായി, ചോറ് റെഡിയായി. അതിലേക്ക് തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് നേരത്തെ കാണിച്ചത്. അതിൻ്റെ ഇടയിൽ കൂടെ ആ മുരിങ്ങേൻ്റെ ഇല ഊരിയെടുക്കുന്നുണ്ട്, അതൊക്കെ നന്നായി. പിന്നെ അതുപോലെ ഉപ്പേരിക്ക് പയർ പിന്നെ അരിഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അതിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കണം. അതിലേക്ക് തന്നെ നമ്മളെ മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ മുരിങ്ങേൻ്റെ ഇലയൊക്കെ ഇട്ട് നോക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇങ്ങനെ കണ്ടപ്പോൾ അതിൽ വെള്ളം ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു. അങ്ങനെ ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കേട്ടോ അത് ഒഴിച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല നമ്മൾ വൈറ്റമിൻ അടങ്ങിയ പരിപ്പും ഇലക്കറിയും ഇലയും കൂടെ നമുക്ക് മുരിങ്ങേൻ്റെ ഇലയല്ലേ ഒരുപാട് വൈറ്റമിനുകൾ അടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്നും ഇറച്ചിയും മീനൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇതില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള ഇലക്കറികൾ അതുപോലെ പച്ചക്കറികളൊക്കെ വെക്കണം കേട്ടോ. മക്കൾക്കൊക്കെ എന്തായാലും അവർക്കൊന്നും അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പച്ചക്കറി. പക്ഷെ ഇങ്ങനെയൊക്കെ ഓരോ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവരും കഴിച്ചോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡായിട്ട് എന്തെങ്കിലും മീനോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ ഇവിടെ ലച്ചൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെ ഇതാ മോന് പോകാൻ വേണ്ടിയിട്ട് അവന് ഡ്രസ്സൊക്കെ തേച്ച് കൊടുക്കണം, എല്ലാം റെഡിയാക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഇതാ മദ്രസ പോയ ആളിവിടെ എത്തിയിട്ടോ. മദ്രസ കിട്ടുമെന്നോ? അപ്പം എല്ലാം കേറിയില്ലേ, സൗണ്ടൊന്നും കേൾപ്പിച്ചാതെ. അമ്മച്ചിനെ പേടിപ്പിക്കാനാണോ? ആണോ? ഞാൻ ഡോറ് തുറന്നിട്ടുകൊണ്ട് മെല്ലെ കേറിയതല്ലേ അല്ലേ? എന്തൊക്കെയാണ് ഉസ്താദ് പറഞ്ഞേ? കുറേ ദിവസമായില്ലേ, ഇടയ്ക്കൊന്ന് പോവല്ലേ ഉള്ളൂ. ഉസ്താദിനെ കാണാൻ പൂതിയാകുമ്പോൾ ഒന്ന് പോവുള്ളൂ അല്ലേ? സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലേ പോലെ അല്ലേ? ആണോ അല്ലേ? പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് റെഡിയായി. ലച്ചുവിന് നിന്ന് തെറാപ്പി ഉണ്ട് കേട്ടോ BRCയിൽ. അപ്പം അതിന് വേണ്ടി പോവുകയാണ്. ലച്ചു ഇങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ നമ്മൾ ആ തെറാപ്പിക്ക് വേണ്ടി പോവുകയാണ്. ഇന്ന് പിന്നെ സ്കൂളില്ല കേട്ടോ. സ്കൂളില്ല എന്നല്ല, സ്കൂളിൽ പിന്നെ ടീച്ചർ ലീവാണ്. അതുപോലെ ചേച്ചിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒന്നാമത് നമുക്ക് ടീച്ചറില്ലെങ്കിൽ പിന്നെ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ സ്പീച്ച് തെറാപ്പി ഫിസിയോ ഒക്കെ ഉണ്ട്. അപ്പം അതിനായിട്ട് അത് മാത്രമായിട്ട് ഇവിടുന്ന് അവിടെ വരെ പോയാൽ നമുക്ക് പിന്നെ ഒന്നാമത് BRCയിൽ തെറാപ്പി ഉണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ വെച്ചിട്ട് ഇന്നങ്ങനെ മഞ്ചേരി BRCയിൽ പോയിട്ട് തെറാപ്പിയൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഗ്രൗണ്ടിൽ ആർട്സ് നടക്കുക കേട്ടോ. അപ്പോൾ ലച്ചുവിന് ഇവിടുന്ന് നമ്മളെ ചെറിയ സ്കൂൾ GLPSന്ന് അവിടെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്, മാഷ്മാരൊക്കെ കുട്ടികളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം തെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്നാലും എനിക്കതിൻ്റെ കാര്യമായിട്ട് കറക്റ്റായിട്ട് റിപ്ലൈ തരാൻ കഴിയുള്ളൂ. കാരണം നിങ്ങളെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. അതിന് ഫീഡ്ബാക്കും അറിയിക്കുക. അതുപോലെ നിങ്ങളെല്ലാവരും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും അല്ലേ നൂലപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ